ഹായ് ഗായ്സ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഈ പ്രിൻ്റർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ഇതിൻ്റെ കാട്രിഡ്ജ് ഡെയിലി ഞാൻ മാറ്റാറാണ് പതിവ്. ഇതിൻ്റെ പ്രിൻ്ററിനെക്കാട്ടി വില ഇതിൻ്റെ കാട്രിഡ്ജിന് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ ഇതിൻ്റെ ഇങ്കിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ച ശേഷം ഞാൻ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയ ശേഷം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഇങ്ക്. ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. ഇത് കളറിൻ്റെ കാട്രിഡ്ജ് ആയിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. ഇത് അഴിച്ച് വന്നപ്പോൾ സ്റ്റിക്കർ തന്നെ ഇച്ചിരി ഇതായിട്ടാണ് കീറി വന്നത്. സ്റ്റിക്കറിൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് കളർ എവിടെ ഒഴിക്കണമെന്ന്. അപ്പം അങ്ങനെ ഇതിന് 3 കളറാണ് കളർ കാട്രിഡ്ജിൽ വരുന്നത്. അപ്പോൾ ആ 3 കളറും നോക്കിയിട്ട് റെഡ്, ബ്ലൂ, യെല്ലോ ആ 3 കളറും കറക്റ്റ് അതിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. റെഡ് ഒഴിച്ചപ്പോൾ ഇച്ചിരി സ്പില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്ത ശേഷം കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അപ്പോൾ എയറൊന്ന് ഇതാവാൻ വേണ്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓൺലൈനിൽ കണ്ടത്. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് ഇതാണ് ബ്ലൂ കളറാണ്. അത് ഈ ഇടത്തെ സൈഡിലെ ഹോളിൽ ഒഴിക്കണം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഇതാണ് ലാസ്റ്റ് യെല്ലോ. ഇത് 2 ക്യാപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് സ്പില്ലായി പോകുമെന്ന് പേടിക്കണ്ട. ഇത് ഏറ്റവും ടോപ്പിലാണ് യെല്ലോ വരുന്നത്. അപ്പം ഇത് ഒഴിച്ച ശേഷം ഞാൻ പറയാം ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടെന്ന്. എല്ലാം ഒഴിച്ചു. അങ്ങനെ ബ്ലാക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലായി. പക്ഷേ ഈ കളർ കാട്രിഡ്ജിൽ വന്നപ്പോൾ എന്തോ ചെറിയ അടിയിൽ കൂടെ ലീക്ക് ആവുന്നത് പോലെ എനിക്ക് തോന്നി. ഓവർ ഫില്ലായതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ അത് കുറേയൊക്കെ തുടച്ച് കളഞ്ഞ ശേഷം പിന്നെ വലുതായിട്ട് സ്പില്ലാവുന്നില്ലായിരുന്നു. അത് എൻ്റെ ഏതോ സൈഡിൽ കൂടെ പോയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും ഇത് കാട്രിഡ്ജ് ഫില്ല് ചെയ്യാനായിട്ട് വാങ്ങരുത്. വേറെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഇതാണ് ഇനി ആരെങ്കിലും ഇത് മേടിച്ച് സക്സസ് ആയവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.